ചാലക്കുടി മണ്ഡലം ഒന്ന് പരിശോധിക്കാം. പ്രാവശ്യം LDF നഷ്ടപ്പെട്ട മണ്ഡലം, വലിയ വിജയമുണ്ടാകുമ്പോഴും ചാലക്കുടി സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടതാണ് LDF. ഇത്തവണ അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കാം. അതിനു മുൻപ് ചാലക്കുടിക്കാരൻ ചങ്ങാതി സനീഷ് കുമാർ ജോസഫിന് ജനങ്ങൾ എത്ര മാർക്ക് നൽകിയിരിക്കുന്നു? സനീഷിന്റെ റേറ്റിംഗ് പോരട്ടെ. 64.26. നല്ല സ്കോറാണ്. ചാലക്കുടിയെ വെച്ച് നോക്കിയാൽ നല്ല സ്കോറാണ്. BD ദേവസി തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണ സനീഷ് കുമാർ ജോസഫ് പിടിക്കുകയായിരുന്നു. കേരള കോൺഗ്രസിന് ആ മണ്ഡലം കൊടുത്ത പരീക്ഷണം LDF സംബന്ധിച്ച് നഷ്ടക്കച്ചവടമായി മാറിയിരുന്നു. എന്തായാലും സനീഷ് കുമാർ ജോസഫ് മെച്ചപ്പെട്ട സ്കോർ നേടിയിരിക്കുന്നു. 64.26 ഭേദപ്പെട്ട സ്കോറാണ്. പ്രതിപക്ഷ MLA ചാലക്കുടി മണ്ഡലത്തിൽ 64.26 എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കമ്പാരിസൺ ഉണ്ടാവുമല്ലോ. BD ദേവസി വെച്ചിട്ട് സനീഷ് കുമാറിനെ കമ്പയർ ചെയ്യുമല്ലോ. ആ ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ. അദ്ദേഹം വലിയ പുതിയ ഒരു MLA വരുന്നു, യുവാവാണ്. ആ മണ്ഡലം ഒരു UDF അനുകൂല സ്വഭാവം പുലർത്തുന്ന മണ്ഡലമാണ് ചാലക്കുടിയെ സംബന്ധിച്ചിട്ട്. അപ്പം 64.26 എന്ന് പറയുമ്പോൾ ഒരു കംഫർട്ടബിൾ അദ്ദേഹത്തിന്. ഈ 64.26 ഒരു MLA എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഏതെങ്കിലും മുന്നണിക്ക് പ്രതികൂലമായ ഒരു ഭരണവിരുദ്ധ വികാരമോ മറ്റു വികാരമോ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന പേഴ്സണൽ വോട്ട് കൊണ്ട് കരകയറി വരാം, ചെറിയ മാർജിനിൽ കരകയറി വരാൻ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ചാലക്കുടിയുടെ ചിത്രമെന്ന് നോക്കാം. ആരാണ് ചാലക്കുടിയിൽ മുന്നിൽ? UDF തന്നെ 48.35 UDF, 40.5 LDF, BJP 11.6. അപ്പോ 8% മേൽക്കൈ അവിടെ UDF നിലനിർത്തുന്നു. UDF ആ മണ്ഡലം നിലനിർത്തുന്നു എന്നുള്ളതാണ് ചാലക്കുടിയിൽ നിന്ന് വരുന്ന സൂചന. കേരള കോൺഗ്രസിന്റെ 2 സീറ്റ് നമ്മൾ പറഞ്ഞു. കേരള കോൺഗ്രസിന് നമ്മൾ പറഞ്ഞു, ചാലക്കുടി 2ാമത്തെ സീറ്റ് മത്സരിക്കുന്നു പറഞ്ഞു. CPM സിറ്റിംഗ് സീറ്റ് വാങ്ങിച്ചെടുത്ത് മത്സരിച്ച മണ്ഡലമായിരുന്നു കഴിഞ്ഞ തവണ ചാലക്കുടി. ആ ചാലക്കുടിയിൽ ഇത്തവണയും കാര്യമായി ഒന്നും നോക്കാനില്ല എന്നാണ്. ഇതൊരു കംഫർട്ടബിൾ അല്ലേ? അതെ, 8.30 കംഫർട്ടബിൾ ആണ്. എന്തായാലും സനീഷ് കുമാർ ജോസഫ് കന്നി അംഗം വിജയിച്ച ആളാണ്. വേറൊരു ഘടകം കൂടി, ചാലക്കുടിയും UDF തൃശ്ശൂർ ജില്ലയിൽ നിലനിർത്തുന്നു. അപ്പം തൃശ്ശൂരിൽ കഴിഞ്ഞ തവണത്തെ LDF സ്വീപ്പ് ഉണ്ടാവും തോന്നില്ല. അതെ, കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സീറ്റുകളും. അപ്പം തൃശ്ശൂരും ചാലക്കുടിയും UDF അക്കൗണ്ടിലേക്ക് വരുന്നു. തൃശ്ശൂരിൽ നമ്മൾ 3 പറഞ്ഞതിൽ 2 UDF, 1 LDF ആണ്. കൈപ്പമംഗലം മാത്രം LDF. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി? തൃശ്ശൂർ കഴിഞ്ഞ തവണ തൂത്തുവാരിയതാണ് ഒന്നൊഴികെ. പക്ഷെ ഇത്തവണ ആ ഒരു ട്രെൻഡ് അല്ല എന്ന് 3 സീറ്റിലെ സൂചനകൾ വരുമ്പോൾ തന്നെ പറയുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രെൻഡിന്റെ സൂചനയാണോ? ഇതൊന്നും ഞാനിപ്പോ പറയുന്നില്ല, കാരണം ഇനി നമുക്ക് മണ്ഡലം ബാക്കിയുണ്ടല്ലോ.